പറപ്പള്ളി പാലശ്ശേരി വഴിക്ക് ബസ് സർവീസ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഒരു ട്രാൻസ്പോർട്ട് ബസ് പോകുന്നുണ്ട്. ഇത് രണ്ടും രണ്ട് വഴിക്കാണ് പോകുന്നത്. ഒന്ന് NH വഴിക്ക് നേരെ കേബിൾ നഗർ അപ്പോളയ്ക്ക് തിരിഞ്ഞിട്ട് കടന്നു പോകുന്നു. ഒരു വിഭാഗം ബസ്സുകൾ നേരെ ഇപ്പൊ കറുകുറ്റി പള്ളിയോടെ കൂടി പോകുന്നു. അപ്പൊ വെച്ച് കഴിഞ്ഞാല് ഈ മുന്നറപ്പള്ളി പാലശ്ശേരി അടുക്കൊന്ന് പോകുന്ന ആൾക്കാര് അങ്ങേ സൈഡില് അങ്ങേ ട്രാക്കിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിലെ വണ്ടി വരുമ്പോൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് വരും. അപ്പൊ ചിലപ്പോൾ അത് കിട്ടിയതും വരില്ല, കടന്നു വരാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഈ NH ക്രോസ് ചെയ്ത് കടന്നു വരണമല്ലോ, അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോഴേക്ക് ഈ ബസ് കടന്നു പോകുന്നു. ഇത് രണ്ട് സർവീസും ഒരു വഴിക്ക് തിരിച്ച് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൗകര്യമായിരിക്കും. അങ്ങനെ പാസ് ചെയ്ത് NH കടന്നു കിടക്കേണ്ടത് വരില്ല. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമായിരിക്കും. രണ്ട് സർവീസ് രണ്ട് വഴിക്കാണ് ബസ്സിൽ, ഒരു വഴിക്ക് തന്നെ ഇപ്പൊ കരയാപ്പറമ്പ് യൂട്ടേൺ അവിടെ എടുത്തിട്ട് ഈ ട്രാക്കിൽ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വഴിക്കും കടന്നു പോകാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ എല്ലാവരും ആ വഴിക്ക് വന്നിട്ട് ഇതിൽ കടന്നു വരാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും, അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ബംഗാളി പറഞ്ഞ വീട്ടില് പെൺകുട്ടികളുള്ളൂ, വീടിന്റെ ഫോട്ടോ 2-3 സൈഡിലൊക്കെ വലിയ ആംഗിളിൽ കൊണ്ടുപോയി. ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഇപ്പൊ 2 ദിവസം ഇതുവരെ ആരും വെള്ളം കയറിയിട്ടില്ല. ഈ ബംഗാളി അല്ലെങ്കിൽ നമ്മുടെ അതിഥി തൊഴിലാളികൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇനി മലയാളി എല്ലാം വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണ്, ആരും ഒരു പണിക്കും മലയാളി ഇല്ല. എന്താണ് അതിനൊരു കൃത്യമായി ഒരു വീട്ടുടമ അല്ലെങ്കിൽ ജനങ്ങൾ പാലിക്കേണ്ടത്? അവിടെ ഫോട്ടോ എടുത്ത് വയ്ക്കാം, അതിന്റെ ഐഡന്റിഫിക്കേഷൻ അറിയാം. ഇപ്പൊ കൊലപാതകങ്ങൾ 90% അന്യ സംസ്ഥാന തൊഴിലാളികളും നല്ല മിടുക്കന്മാരും മലയാളക്കാരും 10% ഉള്ളൂ. അതിന് എന്താണ് നമുക്കൊന്ന് അടിസ്ഥാനപരമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയാൻ പറ്റുക? അതിഥി തൊഴിലാളികൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഭാഗമായി മാറിക്കഴിഞ്ഞു. പക്ഷേ അവരെ നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ ഓരോരുത്തരെയും റെസിഡൻസ് ഏരിയകളിൽ എവിടെയൊക്കെയാണ് അതിഥി തൊഴിലാളികൾ താമസിക്കുന്നത്, അവരുടെ വിവരങ്ങൾ ആ അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമയിൽ നിന്നും ശേഖരിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ നിന്നും അവർക്ക് യഥാർത്ഥത്തിലുള്ള ആധാർ കാർഡും എല്ലാം ഉള്ളവരാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് റെസിഡൻസ് അസോസിയേഷൻകാർക്കും അവർക്കാകുമ്പോൾ കുറച്ചുകൂടെ ആക്സസ് ഉണ്ടാവും. അവരുടെ ആ ഏരിയയിലെ അതിഥി തൊഴിലാളികൾ എത്ര പേരാണ് താമസിക്കുന്നത് അവരൊന്ന് ഐഡന്റിഫൈ ചെയ്യാനും, ഒരു ക്രമാതീതമായിട്ട് ഇവർ ഒരുമിച്ച് കൂടി വളരെ പ്രശ്നങ്ങളിലേക്ക് പോകാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാനും, എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പോലീസിനെ അറിയിക്കുകയും ചെയ്താൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിരിക്കും. അഡലക്സ് കൺവെൻഷൻ സെന്ററിൽ ചില ദിവസങ്ങളിൽ രാത്രിയിൽ വളരെ വൈകി വരെ ഹൈ വോൾട്ടേജിലുള്ള സൗണ്ടിൽ, ഭയങ്കര സൗണ്ടിൽ കിടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത്. അത് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. നമ്മൾ നെഞ്ചിൽ വന്ന് ഇടിക്കുന്നത് പോലുള്ള എഫക്റ്റോട് കൂടിയ ഭയങ്കര ശല്യം ഉണ്ടാകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് നിയന്ത്രിക്കാനായിട്ട് ചെയ്യാൻ സാധിക്കും. നടപടി സ്വീകരിക്കാൻ പറ്റും. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നേരത്തെ കുറച്ച് മുമ്പ് കുറുവാ സംഘത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജുകൾ കാണുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഭാരവാഹി കൂടിയാണ്, ഞാൻ അസോസിയേഷൻ്റെ ഭാരവാഹി കൂടിയാണ്. പക്ഷെ നമ്മൾ ഗ്രൂപ്പിൽ ഇത് പബ്ലിക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു രീതിയിൽ അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് പല ആളുകൾ പല സംഭവങ്ങളും മുൻകാലങ്ങളിൽ നടന്നതുപോലും അത് ഇന്ന കുറുവ സംഘമാണ് കോതകുളങ്ങര നടന്നത് യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ അത് പറഞ്ഞതിൽ ഞാൻ വിചാരിക്കുന്നത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അതുപോലും ഉറപ്പായ കാര്യമാണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ പോലീസ് അതിർത്തിയിൽ, അങ്കമാലി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അടുത്ത മേഖലകൾ നടക്കുന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു അറിയിപ്പ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു മുന്നറിയിപ്പായിട്ട് ഗ്രൂപ്പുകളിൽ നമുക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നിർദ്ദേശം നല്ലതായിരിക്കും. വസ്തുതയാണ്, പക്ഷെ അത് കുറുവാ സംഘമൊന്നുമല്ല. ഒരാള് മയക്കുമരുന്ന് അടിമയായ ഒരാള്, അയാള് മാനസിക വിഭ്രാന്തിയുള്ള ആളും കൂടെയാണ്. അയാള് ഒരു മയക്കുമരുന്ന് തേടി ഇവിടെ കറുകുറ്റി ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പ്രതിയുടെ വീട്ടിൽ വന്നതാണ്. അയാളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അയാളുടെ വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അയാളെ തിരിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അയാള് കുറുവാ സംഘത്തിൽപ്പെട്ട ആളല്ല, അയാള് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് വിഭ്രാന്തി പിടിച്ച ഒരാളാണ്. പക്ഷെ അത് ഇവിടെ നടന്നത് ഇപ്പോഴ് ചേർത്തലയിൽ നടന്നെന്നും
പല സ്ഥലത്തും നടന്നതായിട്ടും ഒക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നു. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, ഇതിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ പകരം നമ്മൾ അതിനു വേണ്ടി വളരെ ജാഗ്രത കാണിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുന്ന ടീച്ചറാണ്. ഞങ്ങൾ ആളെ കൊണ്ടുവന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ കൂടിയേക്കണം അവിടെ. കൊച്ചു പറഞ്ഞു സൈക്കിൾ കൊണ്ടുവന്ന് വെച്ചു, താക്കോലെടുക്കാൻ മറന്നുപോയി, താക്കോലെടുക്കാൻ തിരിച്ചു വന്നപ്പോൾ സൈക്കിൾ കാണാനില്ല. എന്നിട്ട് അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനത്തെ ചെറിയൊരു സൈക്കിൾ ഓടിച്ച് ഒരാൾ പള്ളിയങ്ങാടി കൂടെ പോയി ഇപ്പോൾ പാറക്കടത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. തിരിച്ച് അപ്പം തന്നെ ഇവിടുന്ന് അവിടെ ചെന്നതിനിപ്പോൾ ആള് ഇത് തന്നെ ഒരു ബംഗാളിയാണ്. വണ്ടി എടുത്ത് അയാളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. കൊച്ചിന് വണ്ടി കൊടുത്തു. ഈ ആളെ പോലീസിലേക്ക് വിളിച്ച് പോലീസിലേക്ക് പോലീസ് വന്ന് കൊണ്ടുപോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനെ ഇവിടെ ആക്കിയിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അങ്കമാലിക്ക് പോകുമ്പോൾ ഈ പിടിച്ചു കൊടുത്ത ആള് എളവൂര് ബസ് സ്റ്റോപ്പിൽ ഇരിപ്പുണ്ട്. നമ്മൾ പിടിച്ച് പോലീസിന് കസ്റ്റഡിയിൽ കൊടുത്ത കള്ളൻ എളവൂര് കവലയ്ക്കുള്ള ബസ് സ്റ്റോപ്പിൽ ഇയാളിരിപ്പുണ്ട്. അപ്പൊ നമ്മള് ഇത്രയും പാട് കഴിച്ച ഒരു കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് പോലീസ് അത് അവിടെ ഇറക്കി വിട്ടു എന്നുള്ളത് ഞാൻ കണ്ടൊരു കാര്യമാണ്. ഞാനൊരു വക്കീലാണ്, എനിക്കറിയാം. നിങ്ങൾക്ക് ഒരു പോലീസിനെ പിടിച്ചാൽ ഈ ആളെ കസ്റ്റഡിയിലിട്ട് ആളെ ഇത് നമ്മൾ FIR ഇട്ട് കേസ് കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണേ, നമ്മൾ ഇത്രമാത്രം തീക്ഷ്ണമായിട്ട് അന്വേഷണം നടത്തി രാത്രി ഉളക്കറിച്ചിരുന്ന് ആ കള്ളനെയൊക്കെ പിടിച്ചു കൊടുത്താൽ അത് അപ്പൊ നമ്മള് ഇപ്പോഴത്തെ 2 വർഷം മുമ്പുള്ള കാര്യമുണ്ട്. അപ്പൊ ഞാന് നിങ്ങളെ ഇതായിട്ട് പറഞ്ഞതല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പിടിച്ചു കൊടുക്കുന്ന ആളുകളോട് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഒരു അഭ്യർത്ഥന സാറിനോട് വയ്ക്കാം. ഈ കറകുറ്റിയത് കോൾവേഡ് അവിടെ നമ്മൾ കള്ളന്മാരെ പിടിച്ചിട്ട് ആ പുള്ളിക്കാരൻ നേരെ നടന്നു പോയിരുന്നു. സാർ എനിക്കൊരു കാര്യം പറയാം. എനിക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്ന ആ പ്രത്യേക ഒരു കടയിൽ നിന്ന് ഇങ്ങനെ ആളെങ്ങ് കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലുമായിട്ട് അയാൾ ഇറക്കി വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അയാൾ ഇത് തന്നെ വീണ്ടും ചെയ്യുക. നേരിട്ട് അറിയുന്ന കാര്യം. അപ്പം അതൊരു വലിയ വിഷയമായിട്ട് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അവർ ഈ കച്ചവടം ചെയ്യുള്ളൂ. ഈ മയക്കുമരുന്നിന് കച്ചവടം ഭയങ്കര ലാഭമുള്ള കച്ചവടം എന്നുള്ളതാണ്. അപ്പം അതിനെ ശാശ്വതമായി അവരുടെ കച്ചവടം മുടക്കാനുള്ള ഒരു സംവിധാനം സാറിനെ കൊണ്ട് പറ്റിയില്ലല്ലോ. അത് മേലോട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കറിയാം. അത് ഇപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ പറഞ്ഞത് ഹാൻഡ്സ് പിടിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഒരാളെ ഹാൻഡ്സ് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അതിന്റെ കേസെടുത്ത് അതിൽ അയാളെ സ്റ്റേഷനിൽ ജാമ്യം വെച്ച് വിടാനേ പറ്റൂ. അതിന് അയാൾക്ക് ആ 200 രൂപ ഫൈൻ മാത്രമാണ് വരുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് അയാൾ അത് വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിയമത്തിൽ വ്യത്യാസം ഉണ്ടാവണം. വീണ്ടും ഇതേ കുറ്റകൃത്യം ചെയ്താൽ അയാളെ കൂടുതൽ ശിക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ വരണം. ആകെ 200 രൂപ മാത്രമാണ് അതിന് ഫൈനുള്ള. അതാണ് കാര്യം. നമുക്ക് ഇത് അവസാനിപ്പിക്കാല്ലേ തൽക്കാലം. കാരണം സാറിന് ഇപ്പൊ നമുക്ക് വീണ്ടും കിട്ടും ഇതുപോലെ നമുക്ക് സംസാരിക്കാനായിട്ട്. ഇന്നിപ്പോ സാർ അത് അത്രയും തയ്യാറായിട്ടല്ല വന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചാൽ വെച്ചാൽ ഞാൻ ഒരിക്കലും ഇവിടെ SP ഓഫീസിൽ ഇതുപോലെ ഒരു മീറ്റിംഗ് വിളിച്ചു കൊടുക്കുന്ന റെസിഡൻസ് അസോസിയേഷനുണ്ട്. അപ്പൊ അന്ന് SP ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും പരാതി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പരാതികളുള്ളൂ. അതെങ്ങനെ ചെയ്യാൻ പറ്റും സാറേ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും സാറേ, അത് ഞങ്ങൾക്ക് ശരിയാക്കി തരുന്നത്. നമുക്കൊരു നിർദ്ദേശങ്ങൾ പറയാൻ പറ്റുന്നില്ല. കാരണം എല്ലാം അവർ ചെയ്തു തരുന്നതൊക്കെ. പക്ഷെ അവർക്ക് ഇത് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവരോട് ഒരുമിച്ച് നിന്നുകൊണ്ട് പോലീസിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ പോലീസ് എല്ലാം ചെയ്തു തരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നടപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് സാറേ വളരെ സന്തോഷം തോന്നി. സാറേ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സാർ